സിനിജി, റഷ്യൻ സാമ്രാജ്യം വീണ്ടും കെട്ടിപ്പടുക്കാനായി റഷ്യൻ പ്രസിഡന്റ് മുന്നോട്ട് വരികയാണ്. ഇതിന് ഇന്ത്യയുടെ സഹായം കിട്ടുന്നു എന്നുള്ളതാണ്. അതായത് ഇന്ത്യ റഷ്യക്ക് പണം നൽകുന്നു. അതിനൊക്കെയുള്ള വളർച്ച ഇന്ത്യക്കായോ? വ്ളാഡിമിർ പുടിൻ്റെ ഒരു സ്വപ്നമാണ് റഷ്യയുടെ വിസ്തൃതി കൂട്ടുക എന്നുള്ളത്. വിസ്തൃതി കൂട്ടണമെങ്കിൽ സ്വാഭാവികമായും അയൽ രാജ്യങ്ങൾ, പണ്ട് റഷ്യയുടെ ഭാഗമായിരുന്ന USSRന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളെയൊക്കെ കൂട്ടിച്ചേർക്കണം. അങ്ങനെ ഒരു പദ്ധതി അദ്ദേഹത്തിന് മനസ്സിലുണ്ടാകും. അപ്പോൾ 2030 അങ്ങനെ ഒരു നീക്കം നടത്തണമെന്ന് വ്ളാഡിമിർ പുടിൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഉക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാത്തത്. എന്തുകൊണ്ടാണ് ഉക്രൈനുമായിട്ട് യുദ്ധം അവസാനിപ്പിക്കാത്തത്? റഷ്യ ഒന്ന് വിചാരിച്ചാൽ ഒരാഴ്ചക്കുള്ളിലോ അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിലോ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തെ പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്താൻ പറ്റും. അവരുടെ ആയുധബലം നമുക്കറിയാവുന്നതാണ്. ഇവരുപയോഗിക്കുന്നത് എന്താണ്? കൂലിപ്പട്ടാളത്തെ ഉപയോഗിച്ച് നോർത്ത് കൊറിയയിലെ കിം ജോങ് ഉൻ അയച്ചു കൊടുക്കുന്ന പട്ടാളത്തെ ഉപയോഗിച്ച് ഉക്രൈനെതിരെ യുദ്ധം ചെയ്യും. അപ്പോൾ റഷ്യൻ പട്ടാളം സേഫാണ്. റഷ്യൻ പട്ടാളം എന്തിനാണ് സേഫായി മാറി നിൽക്കുന്നത്? അതായത് ഒരു വലിയ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് എന്ന നിലയിൽ ഒരു പരിശീലന യുദ്ധമാണ് റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉക്രൈനെ പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും റഷ്യ നേരിട്ട് പൂർണ്ണമായിട്ടും അവരെ പരാജയപ്പെടുത്താൻ തയ്യാറാകുന്നില്ല. ഇവിടെ ഏതൊരു രാജ്യവും യുദ്ധത്തിലേക്ക് ഇറങ്ങിപ്പെട്ടാൽ അവർക്ക് സാമ്പത്തികമായിട്ട് തകർച്ച ഉണ്ടാകും. അവരുടെ ആയുധങ്ങൾ തീരും, അതുപോലെ തന്നെ സൈനിക ശേഷി കുറയും. ഇതൊക്കെ സംഭവിക്കും എന്നുള്ളത് റഷ്യക്കും കൃത്യമായിട്ട് അറിയാം. മാത്രമല്ല, ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചു. ഉപരോധം പ്രഖ്യാപിച്ച ആരാന്ന് വെച്ചാൽ അമേരിക്കയാണ്. അത് കേട്ടിട്ട് ഈ നാറ്റോ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഉപരോധം പറയുന്നുണ്ട്. പക്ഷേ നാറ്റോയിലെ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ബ്രിട്ടനൊക്കെ, UK, അതുപോലെ ജർമ്മനിയൊക്കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വൻകിട രാജ്യങ്ങളാണ്, സാമ്പത്തികമായി ഉയർന്ന നിലയിൽ നിൽക്കുന്നതാണ്. പക്ഷേ ഇതൊന്നും അല്ലാതെ ചെറുകിട രാജ്യങ്ങളുണ്ട്. അവർക്ക് അവിടുത്തെ തണുപ്പിൽ നിന്ന്, അവിടുത്തെ ഈ കാലാവസ്ഥയിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ഓയിൽ വേണം. റൂം വരെ ഹീറ്റ് ചെയ്യണമെങ്കിൽ ഓയിൽ വേണം. അപ്പോൾ കുറഞ്ഞ നിലയിൽ ഓയിൽ കിട്ടുന്ന രാജ്യം റഷ്യയാണ്. അപ്പോൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതിന് ഉപരോധം ഏർപ്പെടുത്തിയാൽ കൂടിയ വിലയ്ക്ക് ഈ ചെറിയ രാജ്യങ്ങൾ ഓയിൽ വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഇവിടെ ഡൊണാൾഡ് ട്രംപ് പുടിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്നു, പുടിൻ ട്രംപിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു. ഇവിടെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ് ശരിക്കും. കാരണം ഒരു കാലത്ത് റഷ്യ ലോകം അടക്കി ഭരിച്ചതാണ്. ഇന്നും പറയുകയാണെങ്കിൽ ലോകത്ത് ഏറ്റവും അധികം വിസ്തൃതി റഷ്യക്കാണുള്ളത്. രണ്ടാമത് നിൽക്കുന്ന രാജ്യം കാനഡയാണ്. കാനഡയ്ക്ക് ഏതാണ്ട് 99 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണെങ്കിൽ റഷ്യയുടെ മൊത്തം വിസ്തൃതി എന്ന് പറഞ്ഞാൽ 1,71 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. അത്രയും വലിയൊരു രാജ്യത്തിന് റഷ്യ, USSR അല്ലെങ്കിൽ റഷ്യൻ സാമ്രാജ്യം പുനഃസ്ഥാപിക്കണമെങ്കിൽ സാമ്പത്തിക സഹായം വേണം. ഇതിന് ഇന്ത്യ നൽകണം. അപ്പോൾ ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് എങ്ങനെയാണ് സാമ്പത്തിക സഹായം? അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് നമ്മൾ റഷ്യയുമായിട്ട് ഈ ഓയിൽ ഇടപാട് നടത്തുന്നു. ഈ ഇടപാട് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഡോളറിലല്ല വ്യാപാരം നടത്തുന്നത്, മറിച്ച് നമ്മൾ ഇന്ത്യൻ റുപ്പിയിലും റൂബിളിലുമാണ് വ്യാപാരം നടത്തുന്നത്. അങ്ങനെ വ്യാപാരം നടത്തുമ്പോൾ ഡോളർ കണക്കിന് ഓയിൽ നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ മറിച്ച് വിൽക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക്. അപ്പോൾ റഷ്യ ഡിസ്കൗണ്ട് റേറ്റിലാണ് നമുക്ക് പൈസ തരുന്നത്. അപ്പോൾ ഈ ഡിസ്കൗണ്ട് റേറ്റിൽ റഷ്യ പൈസ തന്ന് നമ്മൾ ഓയിൽ വാങ്ങിക്കുമ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നു. ഇപ്പുറത്തേക്ക് മാറുമ്പോൾ ചൈനയും ഡോളർ കണക്കിന് എണ്ണ അവരിൽ നിന്ന് വാങ്ങുന്നുണ്ട്. കാരണം ചൈനയിലെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ അവർക്ക് വലിയ ഊർജ്ജോൽപാദനത്തിൻ്റെ ആവശ്യമുണ്ട്, അവർക്ക് എണ്ണയുടെ ആവശ്യമുണ്ട്. അങ്ങനെ ചൈനയും വാങ്ങുന്നുണ്ട്. അപ്പോൾ റഷ്യയും ചൈനയും വാങ്ങുന്നുണ്ട്. ഇനി ലോകത്തിന് മുന്നിൽ അമേരിക്കയ്ക്ക് പേടി സ്വപ്നം എന്ന് പറയുന്നത് നോർത്ത് കൊറിയയാണ്. ഈ നോർത്ത് കൊറിയയുടെ കിം ജോങ് ഉൻ ഇവരുമായിട്ട് സഹകരിക്കുന്നു, റഷ്യയുമായിട്ട്. ഇപ്പുറത്ത് ബ്രസീൽ സഹകരിക്കുന്നു. അങ്ങനെ ബ്രസീൽ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ റഷ്യയെ കൈവശപ്പെടുത്തുന്നു. അല്ലെ, റഷ്യ അതുവരെയായിട്ടുള്ള ബന്ധം പുലർത്തുന്നു. റഷ്യക്ക് കൃത്യമായ അജണ്ടയുണ്ട്. കാരണം ഒരു വലിയ യുദ്ധം നടക്കുമ്പോൾ ഈ യൂറോപ്പിന് പുറത്തുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തണം. അങ്ങനെ ബന്ധം മെച്ചപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് നല്ല കച്ചവടം, നല്ല ട്രേഡ് വ്യാപാര ബന്ധങ്ങളുണ്ട്. ഒപ്പം ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്. ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചൈന കടന്നു കയറാറുണ്ട്. എന്നിട്ട് അവരെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുകയാണ് ആഫ്രിക്ക ചെയ്യുന്നത്. അതുകൊണ്ട് ചൈനയെ ഇഷ്ടമല്ല. ആ ഭാഗത്തേക്ക് റഷ്യ പതുക്കെ കടന്നു കയറിയിട്ട് ഈ ആഫ്രിക്കൻ ജനതയുടെ വിശ്വാസം ആർജിച്ചെടുക്കും. അപ്പോൾ അറബ് രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഇന്ത്യ, ചൈന, നോർത്ത് കൊറിയ, ഈ രാജ്യങ്ങളെല്ലാം പിന്തുണയുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഒരു കാലത്ത് റഷ്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റഷ്യൻ സാമ്രാജ്യം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു. പിന്നീട് അത് 1917 ശേഷം USSR ആയിട്ട് മാറി. ഇതിന് ശേഷവും ഈ റഷ്യയുടെ ഒപ്പം അല്ലെ USSRന്റെ ഒപ്പം ഉണ്ടായിരുന്ന പല രാജ്യങ്ങളും ചിന്നിച്ചിതറിപ്പോയി. ഇപ്പോൾ നമുക്കറിയാം പോളണ്ട്, ഉക്രൈന്, ലിത്വാനിയ, റൊമേനിയ, അങ്ങനെയുള്ള ഒരുപാട്, ജോർജിയ, അസർബൈജാൻ, അർമേനിയ, ഈ രാജ്യങ്ങളൊക്കെ തിരിച്ചിങ്ങോട്ടേക്ക് വരാം. ഇനി അതുപോലെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളുണ്ട്, ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, തജിക്കിസ്ഥാൻ. ഈ രാജ്യങ്ങളൊക്കെ തന്നെ എപ്പോഴും റഷ്യയ്ക്ക് വിധേയത്വം പ്രഖ്യാപിക്കുന്ന രാജ്യങ്ങളാണ്. ഇവരൊക്കെ കൂടെ വരാൻ തയ്യാറുമാണ്. അങ്ങനെ ഒരു നീക്കം റഷ്യ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കുന്നത്. ഇതിനിടയ്ക്ക് ഡീപ് സ്റ്റേറ്റും ഇടപെട്ടില്ലേ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഈ ചൈനയല്ലേ ഉക്രൈന് ആയുധങ്ങൾ നൽകുന്നത്. അങ്ങനെ ആകുമ്പോൾ ചൈനയെ, ഈ റഷ്യൻ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനായി റഷ്യ ശ്രമിക്കുമ്പോൾ ഇന്ത്യയുടെ പിന്തുണയും കിട്ടും, ഇന്ത്യയുടെ സാമ്പത്തിക സഹായം കിട്ടുമ്പോൾ സ്വാഭാവികമായും ചൈനയും ഇന്ത്യയും തമ്മിൽ
തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ചയില്ലായ്മയ്ക്കുള്ള സാധ്യത കൂടുന്നില്ലേ? അല്ല, ഇവിടെ അമേരിക്കയാണ് പൊതുശത്രു. അമേരിക്ക എന്ന് പറയുന്ന പൊതുശത്രു വരുമ്പോൾ ശത്രുപക്ഷത്തുള്ള ഇന്ത്യയും ചൈനയും തമ്മിൽ ഒന്നിക്കുക. നമ്മളറിയാം ശത്രുവിന്റെ ശത്രു പിന്നീട് മിത്രമായി വരുമെന്ന് പറയുന്ന പോലെ ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഇപ്പൊ തന്നെ പറഞ്ഞ പോലെ റഷ്യക്ക് ആ ഓയിൽ മേടിച്ചിട്ട് പണം കൊടുക്കുന്ന ഇന്ത്യയാണ്. ചൈന അവരുമായിട്ട് ആയുധ ബന്ധങ്ങൾ അതൊക്കെ വെച്ച് പുലർത്തുന്നു. ഇറാൻ അവിടേക്ക് ഡ്രോണുകൾ കൊടുക്കുന്നു. നോർത്ത് കൊറിയ അവിടേക്ക് സോൾജേഴ്സിനെ അയക്കുന്നു. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം തന്നെ റഷ്യയെ ശരിക്കും യുദ്ധത്തിൽ സഹായിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം സഹായമുള്ളത് കൊണ്ട് റഷ്യക്ക് പതുക്കെ പതുക്കെ കയറി വരാം. ഇത് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് യൂറോപ്യൻ യൂണിയനിലെ നാറ്റോ ഇന്ത്യയുമായിട്ട് കൂടുതൽ ബന്ധത്തിന് തയ്യാറെടുക്കുന്നു. അമേരിക്കയിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഏറ്റവും വലിയ ട്രേഡിലെ പങ്കാളി ആരെന്ന് വെച്ചാൽ അമേരിക്ക. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, ഇപ്പോൾ ഫ്രാൻസ് ലോകത്ത് ഏറ്റവും അധികം ആയുധങ്ങൾ കയറ്റി അയക്കുന്ന രാജ്യമാണ്. ആ രാജ്യം ഇന്ത്യയുമായിട്ട് ഒരു ആയുധ കരാറിൽ ഏർപ്പെട്ടിട്ട് നമ്മുടെ പിനാക്കെ പോലുള്ള മിസൈൽ സിസ്റ്റം വാങ്ങാനായിട്ട് ശ്രമിക്കുന്നു. യും ജർമ്മനിയും നമ്മളുമായിട്ടുള്ള കരാറിൽ ഏർപ്പെടുന്നു. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇന്ത്യ ഒരു കാരണവശാലും റഷ്യയെ പോയി സഹായിക്കരുത്. കാരണം റഷ്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പഴയ USSRനെ അല്ലെങ്കിൽ റഷ്യൻ സാമ്രാജ്യത്തെ സൃഷ്ടിക്കാം. റഷ്യൻ സാമ്രാജ്യം എന്ന് പറഞ്ഞ സമയത്ത്, അതായത് 1917 മുമ്പ് റഷ്യയുടെ മൊത്തം വിസ്തൃതി എന്ന് പറഞ്ഞാൽ 2,34,00,000 ചതുരശ്ര കിലോമീറ്റർ. പിന്നെ അത് USSR ആയപ്പോൾ കുറച്ച് രാജ്യങ്ങൾ വിട്ടുപോയിട്ട് അത് 2 കോടി ഏതാണ്ട് 24 ലക്ഷമായിട്ട് കുറഞ്ഞു. ഇനിയും റഷ്യയുടെ ആഗ്രഹം, വ്ളാഡിമിർ പുടിൻ്റെ ആഗ്രഹം പഴയ USSRനെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആഗോള ശക്തിയായിട്ട് ഉയർന്നു വരണം. അങ്ങനെ ഉയർന്നു വരണമെങ്കിൽ ചില യുദ്ധങ്ങൾ അനിവാര്യമായിട്ട് നീണ്ടുപോകേണ്ടത് വളരെ അനിവാര്യത. അതാണ് ഉക്രൈനുമായിട്ടുള്ള യുദ്ധം നീണ്ടുപോകുന്നത്. ഇനി മറ്റൊരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് റഷ്യയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന രാജ്യമാണ് ചൈന. ചൈനയുടെ ചിരകാല സ്വപ്നം എന്ന് പറയുന്നത് തൈവാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ള. തൈവാനെ ആക്രമിക്കാതിരിക്കാൻ അവിടെ എപ്പോഴും ആർമിയെ കൊണ്ടു നിർത്തുന്നത് അമേരിക്ക. ഏതെങ്കിലും കാരണവശാൽ ചൈന തൈവാനെ ആക്രമിച്ചാൽ അമേരിക്ക പ്രത്യാക്രമണം നടത്തണം. കാരണം അവരുടെ പ്രസ്റ്റീജിൻ്റെ ഇഷ്യൂ, ലോക ജനതയ്ക്ക് മുമ്പിൽ അമേരിക്കയാണ് ഈ തൈവാനെ സംരക്ഷിക്കുന്നതെന്ന് പറയുന്നത്. ഈ സമയത്ത് തൈവാനെ രക്ഷിക്കാൻ പോകുന്ന സമയത്ത് റഷ്യ യൂറോപ്യൻ യൂണിയനിൽ ആക്രമണം നടത്തും. എന്ന് പറഞ്ഞാൽ ഉക്രൈനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അടുത്ത ലക്ഷ്യം പോളണ്ടിനെ അല്ലെങ്കിൽ UK ആക്രമിക്കുക എന്നുള്ളതാണ്. അത്തരം ഒരു നീക്കത്തിന് പോയാൽ അമേരിക്ക ഒരേ സമയം 2 യുദ്ധമുഖങ്ങൾ തുറക്കണം. അപ്പോൾ അവരുടെ സൈനിക ശേഷി, സാമ്പത്തിക ശേഷി, ആയുധങ്ങളെല്ലാം ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ട്രംപിൻ്റെ പല നിലപാടുകളെയും അംഗീകരിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ്. അതുകൊണ്ടാണ് നേരത്തെ തന്നെ സൂചിപ്പിച്ച ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടലുണ്ടാകുന്നത്. ഡീപ് സ്റ്റേറ്റ് ഇടപെട്ടിട്ട് പറയുകയാണ്, ട്രംപെ ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ കേൾക്കണം, ഇല്ലെങ്കിലുള്ള പ്രശ്നം വ്യാപാര ബന്ധത്തിൽ നമ്മളെ ഒഴിവാക്കി ചൈനയും ഇന്ത്യയും ഒക്കെ വലിയ മുന്നേറ്റം നടത്തും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് ഇന്ത്യ അവരുമായിട്ടുള്ള വ്യാപാര ബന്ധം തുടർന്നാൽ അവരുടെ മേൽ ടാക്സ് കൂട്ടാം. അപ്പോൾ 100% തീരുവ റഷ്യയ്ക്ക് മേൽ കൂട്ടുമ്പോൾ നമുക്ക് മേൽ 34% തീരുവ കൂട്ടുമെന്നാണ് പറഞ്ഞത്. ഈ തീരുവ കൂട്ടേണ്ടത് ജൂലൈ മാസം 7-ാം തീയതിയായിരുന്നു. ഇന്ന് ജൂലൈ 30 ഒരു തീരുവയും കൂട്ടിയില്ല. അപ്പോൾ നമ്മളെ ഭയപ്പെടുത്താൻ പറ്റില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിൻ്റെ നയം കൃത്യമായി പ്രഖ്യാപിച്ചു. ഞാൻ ഭരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ഊർജ്ജ പ്രതിസന്ധി പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഏത് രാജ്യവുമായിട്ട് നിയമാനുസൃതമായ ബന്ധം വെച്ച് പുലർത്തും. അപ്പോൾ നയതന്ത്ര ബന്ധം ശരിയായ രീതിയിൽ വെച്ച് പുലർത്തുന്ന ഇന്ത്യക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ ട്രംപിന് പറ്റുന്നില്ല. ഇനി മറ്റൊരു രാജ്യം എന്ന് പറയുന്നത് ബെലാറസാണ്. അപ്പോൾ ബെലാറസ് എന്ന് പറയുന്നത് റഷ്യയുമായിട്ട് നല്ല ബന്ധം വെച്ച് പുലർത്തുന്ന ആൾക്കാരാണ്. ഒരു കാലത്ത് ഈ ബെലാറസും റഷ്യയും തമ്മിൽ ഒന്നിച്ച് ഒരു USSRൻ്റെ ഭാഗമായിട്ട് നിന്നതാണ്. ഈ ബെലാറസിലുള്ള ജനങ്ങൾ റഷ്യയിലും താമസിക്കുന്നുണ്ട്. അവർക്ക് റഷ്യയിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം പുടിൻ കൊടുക്കുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ഈ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഈ റഷ്യൻ ആണവായുധങ്ങൾ കൊണ്ട് ഈ രാജ്യത്ത് വെച്ചു. അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം അവിടെ വെച്ചു. ഒപ്പം അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുത്തു എന്ന് പറഞ്ഞാൽ അവർ ഈ രാജ്യത്തോട് ചേരാൻ യാതൊരു വിമുഖതയും കാണിക്കില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് പോലെ സ്വതന്ത്ര അധികാരമുള്ള, സ്വതന്ത്രമായ ഭാഷയുള്ള, സ്വതന്ത്രമായ ഭരണഘടനയുള്ള ഒന്നിലധികം യൂണിയനുകളെ ചേർത്തുകൊണ്ട് റഷ്യ എന്ന് പറയുന്ന സാമ്രാജ്യത്തെ വിപുലീകരിക്കാം. എന്ന് പറഞ്ഞാൽ പുരാതന കാലത്തെ റഷ്യൻ സാമ്രാജ്യത്തെ കെട്ടിപ്പടുക്കാം. അത് വ്ളാഡിമിർ പുടിൻ്റെ സ്വപ്നമാണ്. അങ്ങനെ ചെയ്താൽ അത് അമേരിക്കയുടെ പതനത്തിന് തുടക്കം കുറിക്കും. കാരണം റഷ്യയുടെ കൂടെ നിൽക്കുന്നത് ഏഷ്യയിലെ വൻശക്തികളായ ഇന്ത്യയും ചൈനയുമാണ്. ഒപ്പം ലോകം വേടിക്കുന്ന ധാരാളം ആണവായുധങ്ങളുള്ള നോർത്ത് കൊറിയയാണ്. ഇപ്പം നമ്മൾ ഭയപ്പെട്ടൊക്കെ നിൽക്കുന്നു എന്ന് കരുതപ്പെടുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യമുണ്ട്. ബ്രിക്സിൻ്റെ കൂട്ടായ്മയുണ്ട്. ഇവരെല്ലാം കൂടെ വന്നാൽ നാറ്റോ സഖ്യം പൊളിയും. അപ്പോൾ അമേരിക്കയില്ലാത്ത ഏറ്റവും വലിയ കൂട്ടായ്മയായ ബ്രിക്സിൻ്റെ പിന്തുണ കൂടി കിട്ടിയാൽ ഒരു പക്ഷേ റഷ്യയ്ക്ക് തങ്ങളുടെ ഈ സ്വപ്നം സബലീകരിക്കാൻ പറ്റും. ഒന്നുകിൽ USSR അല്ലെങ്കിൽ പഴയ റഷ്യൻ സാമ്രാജ്യം. അങ്ങനെ രാജ്യത്തിൻ്റെ വിസ്തൃതി കൂട്ടാം. ഇതിന് ഇന്ത്യൻ സഹായം വേണം. അതുകൊണ്ടാണ് തുടർച്ചയായിട്ട് അമേരിക്കയും യൂറോപ്പും ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നു, നല്ല വാക്ക് ഓതി പറയുന്നു, നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറണം. പക്ഷേ നമ്മൾ പിന്മാറുന്നില്ല. അപ്പോൾ ഇന്ത്യ ഈ ഓയിൽ വ്യാപാരം കൂടുതൽ ദൃഢമാക്കിയാൽ ഒരു പക്ഷേ 2030 വ്ളാഡിമിർ പുടിൻ്റെ പ്ലാൻ കൃത്യമായിട്ട് നടപ്പാകും. റഷ്യ
ഇനിയും കൂടുതൽ വിസ്തൃതമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഉക്രൈനെ ആദ്യം തന്നെ കീഴ്പ്പെടുത്തും, അതിനുശേഷം പോളണ്ട്, UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഈ റഷ്യയുടെ ഭാഗമാക്കി മാറ്റി അവരുടെ വിസ്തൃതി വർദ്ധിപ്പിക്കുമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്ക് അങ്ങനെ പ്രതീക്ഷിച്ചുകൂടെ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കണം.